എല്ലാവർക്കും നമസ്കാരം. വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അർഹതപ്പെടാത്തത് ഒന്നും നമ്മൾ സ്വീകരിക്കരുത്. അതിനെപ്പറ്റിയുള്ള ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു ശുനകൻ അദ്ദേഹം ഒരു ആലിൻ്റെ ചൂട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു അശരീരി കേട്ടു. നിങ്ങൾക്ക് 7 പൊൻപണങ്ങൾ അടങ്ങിയ ഭരണി വേണമോ എന്ന ചോദ്യം കേട്ടു. അദ്ദേഹം എല്ലായിടത്തും നോക്കി, താഴെയും മുകളിലും എല്ലായിടത്തും നോക്കിയിട്ടു ആരെയും കണ്ടില്ല. വീണ്ടും അദ്ദേഹം നടക്കാൻ തുടർന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചിന്ത കയറി. ഈ പൊൻപണം എല്ലാം എനിക്ക് കിട്ടിയാൽ നല്ലതായിരിക്കുമെന്ന്. അദ്ദേഹം ഉടനെ വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ 7 പൊൻഭരണികളും എനിക്ക് തന്നെ വേണമെന്ന്. വീണ്ടും അശരീരി കേട്ടു. എന്നാൽ വേഗം വീട്ടിലേക്ക് ചെന്നോളൂ, അവിടെ ആ ഭരണികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന്. ഇത് കേട്ട ശുനകൻ ഓടി വീട്ടിലെത്തി. വാതിൽ തുറന്ന ഉടനെ തന്നെ കണ്ടു 7 ഭരണികൾ. സന്തോഷത്തോടും വെപ്രാളത്തോടും കൂടി ഇതിൽ എന്താണെന്നറിയാൻ വേണ്ടി ഓരോ ഭരണിയും തുറന്നു നോക്കി. അതിൽ നിറയെ പൊൻപണങ്ങൾ ആയിരുന്നു. 6 ഭരണിയും തുറന്നു നോക്കി. 7ാമത്തെ ഭരണി തുറന്നു നോക്കിയപ്പോൾ അതിൽ നാണയങ്ങൾ ഉണ്ട്, പക്ഷേ നിറച്ചുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് നിരാശ തോന്നി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 6 ഭരണികളിൽ നിറയെ പൊൻപണം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സന്തോഷം തോന്നിയില്ല. അപ്പം ഈ നിറയാത്ത ഭരണി നിറയ്ക്കണമെന്ന ആഗ്രഹമായി. അതിനു വേണ്ടിയിട്ട് തൻ്റെയും ഭാര്യയുടെയും ആഭരണങ്ങൾ എല്ലാം വിറ്റ് പൊൻപണമാക്കി ഭരണിയിൽ ഇട്ടു. എന്നിട്ടും ഭരണി നിറഞ്ഞില്ല. നിറയാത്തതിൽ സങ്കടമായി. പിന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം എടുത്ത് പൊൻപണമാക്കി ഭരണിയിൽ നിക്ഷേപിച്ചു. ഭരണി നിറഞ്ഞില്ല. ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നെല്ലാം പണം എടുത്ത് പൊൻപണം വാങ്ങി ഭരണിയിൽ നിക്ഷേപിച്ചു. എന്നിട്ടും ഭരണി നിറയുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഭരണി നിറയ്ക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ആ ശുനകന് ഉണ്ടായിരുന്നുള്ളൂ. വേഗം രാജാവിനെ കാണാൻ പോയി അദ്ദേഹം കൊട്ടാരം ശിനവൻ കൂടിയാണ്. രാജാവിന് അദ്ദേഹത്തിന് ഇഷ്ടവുമാണ്. രാജാവിനോട് പറഞ്ഞു, അതെ, എനിക്കിപ്പോൾ കിട്ടുന്ന ശമ്പളം തികയുന്നില്ല, ശമ്പളം കൂട്ടിത്തരണമെന്ന്. അപ്പോൾ രാജാവ് ശമ്പളം ഇരട്ടിയാക്കി കൊടുത്തു. ശുനകൻ അപ്പോൾ എന്തു ചെയ്തു? ഈ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 1 പൈസ പോലും എടുക്കാതെ എല്ലാത്തിനും പൊൻപണം വാങ്ങി ഭരണിയിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. എന്നിട്ടും ഭരണി നിറയുന്നില്ല. ശുനകൻ്റെ വീട്ടിൽ പട്ടിണിയും പരിവട്ടവും ആകാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം മെലിഞ്ഞു തുടങ്ങിയിരുന്നു. രാജാവ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാജാവ് അദ്ദേഹത്തെ വിളിപ്പിച്ചു. മുൻപ് നിനക്ക് പകുതി ശമ്പളമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നീ സന്തോഷത്തോടും ആരോഗ്യവാനും ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ നിനക്ക് ഇരട്ടി ശമ്പളം കിട്ടിയിട്ടും എന്താണ് ഇങ്ങനെയായിപ്പോയത് എന്ന്. ഇനി നിനക്ക് യക്ഷിയുടെ 7 ഭരണികൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശുനകനൊന്ന് ഞെട്ടിപ്പോയി. അങ്ങേക്കിതെങ്ങനെ അറിയാം? അപ്പോൾ രാജാവ് പറഞ്ഞു, ഇത് കിട്ടിയാൽ സാധാരണ ഒരാൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് നീയും കാണിക്കുന്നത്. മുൻപൊരിക്കൽ യക്ഷി എന്നോടും ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ യക്ഷിയോട് തിരിച്ചു ചോദിച്ചു, ഈ നാണയങ്ങൾ എല്ലാം എനിക്ക് ഉപയോഗിക്കാൻ ആവുമോ എന്ന്. അപ്പോൾ അവർ ഒന്നും പറഞ്ഞില്ല. ഞാൻ അത് എടുത്തതുമില്ല. നോക്കൂ, ഇതൊന്നും നിൻ്റേതല്ല, നിനക്ക് ഉപയോഗിക്കാനായിട്ടും പറ്റുന്നില്ല. നീ ഇത് വേഗം അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന്. അയാൾ വേഗം അത് അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്തു. ഇതാണ് പറയുന്നത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കാത്ത ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.